ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് മനുഷ്യാവകാശ കമ്മീഷൻ്റെ രണ്ടാമത്തെ ക്ലാസ്സുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുന്നേ എനിക്കൊരു കമൻ്റൊക്കെ വന്നു. ഞാൻ ടീച്ച് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല, വിശദീകരിക്കണം, വ്യക്തമാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ സ്പീഡ് കൂടുതലാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാനത് പോകെ പോകെ കറക്റ്റ് ചെയ്യാം കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ അധികവും. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാനായിട്ട് നോട്ടുകൾ തയ്യാറാക്കി ഞാനായിട്ട് പെട്ടെന്ന് എടുക്കുന്ന വീഡിയോസാണിത്. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള തിരക്കുകളുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ ഇതാക്കിയിട്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ രണ്ടും നടന്നു പോകണം, അതുകൊണ്ടാണ് ഇത്ര സ്പീഡൊക്കെ ആവുന്നത്. പോകെ പോകെ ഞാനത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്കത് ഉപകാരമാവുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ തുടർന്നുള്ള വീഡിയോസ് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മളിത് പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഇതുവരെ ആരൊക്കെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻമാർ ആയിട്ടുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. മുന്നേ ഒരു ട്രെൻഡിങ് ആയിരുന്നു അത്. കുറച്ച് വ്യക്തികളെ കൊടുത്തിട്ട് ഇതിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാത്തത് അല്ലെങ്കിൽ ആയിട്ടുള്ളവർ ആരെല്ലാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് അവരെ കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാം. ആരൊക്കെയാണ്? രംഗനാഥ മിശ്ര ആദ്യത്തെ ചെയർമാന്. പിന്നെ ആരായിരുന്നു? വെങ്കിടാചെല്ലയ്യ, MN വെങ്കിടാചെല്ലയ്യ, JS വർമ്മ, AS ആനന്ദ്, ശിവരാജ് പാട്ടീൽ, S രാജേന്ദ്ര ബാബു, ഗോവിന്ദ് പ്രസാദ് മാത്തൂർ, KG ബാലകൃഷ്ണൻ, സിറിയക് ജോസഫ്, HL ദത്തു, പ്രഫുല്ല ചന്ദ്രപന്ത്, അരുൺ കുമാർ മിശ്ര, V രാമസുബ്രഹ്മണ്യം. ഇതിൽ AC എന്ന് കൊടുത്തിരിക്കുന്നത് ആക്ടിംഗ് ചെയർപേഴ്സൺസ് ആയിട്ടുള്ളതാണ് കേട്ടോ. ശിവരാജ് V പാട്ടീൽ, ഗോവിന്ദ് പ്രസാദ് മാത്തൂർ, സിറിയക് ജോസഫ്, പ്രഫുല്ല ചന്ദ്രപന്ത് എന്നിവർ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിരുന്നവരാണ് കേട്ടോ. അപ്പം നിലവിലുള്ളത് ആരാണ്? V രാമസുബ്രഹ്മണ്യമാണ്. 13ാമത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് V രാമസുബ്രഹ്മണ്യം എന്ന് പറയുന്നത് കേട്ടോ. നിലവിലെയാണ്. അപ്പോൾ ഇത്രയും പേരെ ഒന്ന് ഓർത്തിരിക്കുക. നിങ്ങൾ ഈ മിശ്ര, വെങ്കട, വർമ്മ, ആനന്ദ്, പാട്ടീൽ അങ്ങനെ ഇങ്ങനെ ലാസ്റ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫസ്റ്റത്തെ കുറച്ച് പേര് വെച്ചിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ആരൊക്കെയായിരുന്നു? രംഗനാഥ മിശ്ര, MN വെങ്കിടാചെല്ലയ്യ, JS വർമ്മ, AS ആനന്ദ്, ശിവരാജ് V പാട്ടീൽ, S രാജേന്ദ്ര ബാബു, ഗോവിന്ദ് പ്രസാദ് മാത്തൂർ, KG ബാലകൃഷ്ണൻ, സിറിയക് ജോസഫ്, HL ദത്തു, പ്രഫുല്ല ചന്ദ്രപന്ത്, അരുൺ കുമാർ മിശ്ര, നിലവിലെ V രാമസുബ്രഹ്മണ്യം കേട്ടോ. ഇനി നമുക്ക് 2-3 ഫാക്റ്റും കൂടെ നോക്കാം. നോക്കൂ. ചെയർമാനായ മനുഷ്യാവകാശം ചെയർമാനായ ആദ്യത്തെ മലയാളി ആരായിരുന്നു? KG ബാലകൃഷ്ണനാണ് കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ ആദ്യ മലയാളി എന്ന് പറയുന്നത് KG ബാലകൃഷ്ണൻ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത എന്ന് പറയുന്നത് ഫാത്തിമ ബീവിയാണ് കേട്ടോ. ഫാത്തിമ ബീവിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി വനിത എന്ന് പറയുന്നത്. ഇവരെക്കുറിച്ച് പറയുമ്പോൾ നീതിയുടെ ധീരസഞ്ചാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആത്മകഥയുണ്ട് കേട്ടോ. നീതിയുടെ ധീരസഞ്ചാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആത്മകഥ, അത് ഫാത്തിമ ബീവിയുടെയാണ് കേട്ടോ. ഓർത്തിരിക്കണേ, നീതിയുടെ ധീരസഞ്ചാരങ്ങൾ എന്ന് പറയുന്നത് ഫാത്തിമ ബീവിയുടെ ആത്മകഥയുടെ പേരാണ് കേട്ടോ. നീതിയുടെ ധീരസഞ്ചാരങ്ങൾ. ഇനി നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? ഭരത് ലാലാണ്. എന്താണ് സെക്രട്ടറി ജനറൽ എന്നുള്ളതൊക്കെ ഞാനിതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ കയറിയിട്ട് കാണണേ. മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? ഭരത് ലാലാണ്. നിലവിലെ ചെയർമാൻ ആരാണ്? V രാമസുബ്രഹ്മണ്യമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആ സമയത്ത് അരുൺകുമാർ മിശ്രയായിരുന്നു. നിലവിലാരാണ്? V രാമസുബ്രഹ്മണ്യമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇത് PYQ ആണ് കേട്ടോ. മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കേട്ടോ ഞാൻ എടുത്തിട്ട് എക്സ്പ്ലനേഷൻ തരുന്നത്. നോക്കൂ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും കൂടിയതാണ് കേട്ടോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ എത്ര പേരെയാണ്? ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളുമാണുള്ളത് കേട്ടോ. ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും. ടോട്ടൽ 3 പേരാണ്. ചെയർപേഴ്സണും കൂടെ കൂട്ടിയിട്ട് 3 പേരാണ്. ബാക്കി 2 അംഗങ്ങളും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും ചേർന്നതാണ് കേട്ടോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്.
ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയായിരിക്കണം ചെയർപേഴ്സൺ ആകേണ്ടത്. അപ്പോൾ അവരുടെ യോഗ്യത എന്താണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന വ്യക്തിയായിരിക്കണം ചെയർപേഴ്സണായിട്ട് നിയമിതനാവേണ്ടത്. ഇനി ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ അല്ലെങ്കിൽ കുറഞ്ഞത് 7 വർഷം ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കണം അംഗങ്ങളിൽ ഒരാളെന്ന് പറയുന്നത്. 2 അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലൊരാൾ ചെയർപേഴ്സൺ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയായിരിക്കണം. രണ്ടാമത്തെ ഒരു അംഗം എന്ന് പറയുന്നത് എന്താണ്? ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ അല്ലെങ്കിൽ എന്താണ് 7 വർഷം ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കണം അംഗങ്ങളിൽ ഒരാളെന്ന് പറയുന്നത്. മറ്റൊരംഗമോ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോട്ട് എഴുതി എടുക്കണം കേട്ടോ. സംസ്ഥാന കമ്മീഷൻ ഏൽപ്പിക്കുന്ന അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും സംസ്ഥാന കമ്മീഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അവിടെയുണ്ട് സെക്രട്ടറി ജനറൽ. അവിടുത്തെ ആരാണ്? ഭരത് ലാലാണ്. കേരള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? സുചിത്ര KR ആണ് കേട്ടോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടൊരു സെക്രട്ടറി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സെക്രട്ടറി ആരാണ്? സുചിത്ര KR ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ സെക്രട്ടറി ആരായിരുന്നു? സുചിത്ര KR ആണ് കേട്ടോ. സുചിത്ര KR ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് എന്താണ് ചെയർപേഴ്സൻ്റെ യോഗ്യത എന്ന് പറയുന്നത് കേട്ടോ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയായിരിക്കണം ചെയർപേഴ്സൺ ആകേണ്ടത്. ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ അല്ലെങ്കിൽ എന്താണ് 7 വർഷം ആ സംസ്ഥാനത്തെ എന്താണ് ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ള വ്യക്തിയായിരിക്കണം ഒരംഗം എന്ന് പറയുന്നത്. മറ്റൊരംഗം ഏതാണ്? ഈ മനുഷ്യാവകാശം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ എന്താണ് അറിവും ഉണ്ടായിരിക്കണം, പ്രായോഗിക പരിചയം ഉണ്ടായിരിക്കുന്ന വ്യക്തിയായിരിക്കണം. ഇനി നമ്മുടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ സെക്രട്ടറി ആരാണ്? സുചിത്ര KR ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെയും മറ്റു ജീവനക്കാരെയും പറ്റി പരാമർശിക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 23 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെയും മറ്റു ജീവനക്കാരെയും പറ്റി പരാമർശിക്കുന്നത് കേട്ടോ. സെക്ഷൻ 27. സംസ്ഥാന കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളുടെയും നിയമനവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? 22 കേട്ടോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും നിയമനവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 22 ആണെന്ന് ഓർത്തിരിക്കുക. ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നതാരാണ്? ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെയും ശുപാർശ ചെയ്യുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും, ചെയർപേഴ്സണാണ്. പിന്നെ നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് കേട്ടോ. ഇത്രയും പേരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെയും ശുപാർശ ചെയ്യുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ട് വരുന്നത് കേട്ടോ. ഒന്നുകൂടെ പറയാം. മുഖ്യമന്ത്രി ആയിരിക്കും ചെയർപേഴ്സൺ, നിയമസഭാ സ്പീക്കർ ഉണ്ടായിരിക്കും, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, പിന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ഉണ്ടായിരിക്കും കേട്ടോ. ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സംസ്ഥാന കമ്മീഷനിലെ ചെയർപേഴ്സണെയും അംഗത്തിൻ്റെയും രാജിയും നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷൻ 23 കേട്ടോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗത്തിൻ്റെയും രാജിയും അവരെ നീക്കം ചെയ്യലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 23. സംസ്ഥാന കമ്മീഷനിലെ ചെയർപേഴ്സണെയും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്ക് മുമ്പാകെയാണ് അവർ രാജിക്കത്ത് കൊടുക്കുന്നത്. പക്ഷേ നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. നിയമിക്കുന്നത് ഗവർണറാണ് കേട്ടോ. അതിൻ്റെ കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. പെരുമാറ്റ ദൂഷ്യം, കഴിവില്ലായ്മ എന്നിവയാണ് കാരണങ്ങളായിട്ട് പറയുന്നത് കേട്ടോ. പക്ഷേ എങ്കിൽ സെക്ഷൻ 23(2) എന്താണ് അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നീക്കം ചെയ്യാനുള്ള കാരണങ്ങളെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളത് എന്തായാലും പഠിച്ചിരിക്കണം. കാരണം അതിൽ പെടാത്തത് ഏതെന്നൊക്കെ ചോദിച്ചിട്ട് മുന്നേ വന്നിട്ടുള്ളതാണ്. നമ്മൾ എന്തായാലും ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. സെക്ഷൻ 23 കേട്ടോ. സെക്ഷൻ 23(2) അവരെ നീക്കം ചെയ്യാനുള്ള മതിയായിട്ടുള്ള കാരണങ്ങൾ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ഒരു നിർധനൻ എന്ന് വിധിക്കപ്പെട്ടാൽ എന്താണ്? അവർക്ക് ചെയർപേഴ്സണെയോ അംഗങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി തൻ്റെ ഉദ്യോഗ കാലാവധിക്കുള്ളിൽ തൻ്റെ ഉദ്യോഗത്തിൻ്റെ കർത്തവ്യങ്ങൾക്ക് പുറമേ വേതനം ലഭിക്കുന്ന തൊഴിലിൽ ഏർപ്പെടുക. അവർ ആ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന സമയത്ത് വേറെ ഇരിക്കുന്ന സമയത്ത് വേറെ പുറമേക്കുള്ള ജോലിയിൽ വേതനം ലഭിക്കുന്ന പുറമേയുള്ള ജോലികളിൽ ഏർപ്പെടുന്നത് അവരെ അതിന് അർഹനാക്കുന്നില്ല കേട്ടോ. ആ പദവിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അർഹനാക്കുന്നില്ല.
മാനസികമോ ശാരീരികമായ ദൗർലഭ്യ നിമിത്തം ഉദ്യോഗത്തിൽ തുടരുവാൻ അയോഗ്യനാവുക. ചിത്തഭ്രമം ഉള്ളവനായിരിക്കുകയും ക്ഷമതയുള്ള ഒരു കോടതിയിൽ അപ്രകാരം പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്താൽ എന്താണ്, അവർ ആ പദവിയിലിരിക്കാൻ അർഹനായിരിക്കില്ല. പിന്നെ രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ സദാചാരദോഷം ഉൾക്കൊള്ളുന്ന ഒരു കുറ്റത്തിന് കുറ്റസ്ഥാപനം ചെയ്യപ്പെടുകയും തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ അവരെ ചെയർപേഴ്സണെയും അംഗങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. നോർമലി കാരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൊതുവെയുള്ള കാരണങ്ങൾ പെരുമാറ്റ ദൂഷ്യം, കഴിവില്ലായ്മയാണ്. പക്ഷേ സെക്ഷൻ 23(2) മതിയായിട്ടുള്ള കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതും കൂടെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ്? അധ്യായം 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ്? അധ്യായം 2. അതിൽ ഉൾപ്പെടുന്ന വകുപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 മുതൽ 11 വരെയിട്ടുള്ള വകുപ്പുകളാണ് അധ്യായം 2 ഉൾപ്പെടുന്നത് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3 കേട്ടോ. സെക്ഷൻ 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ അധ്യായം 2. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചുള്ള സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് 3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതികളുടെ അന്വേഷണത്തിന്മേൽ ഒരു സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതികളുടെ അന്വേഷണത്തിൽ മേൽ എന്താണ്, ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഒരു സംഭവം നടന്ന് ഒരു വർഷത്തിന് മുൻപേ ആണെങ്കിൽ അത്തരം പരാതികൾ എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്മീഷന് ഇടപെടാൻ അധികാരമില്ല കേട്ടോ. ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ഒന്ന് എഴുതിയിട്ട് നോട്ട് ചെയ്തിട്ട് തന്നെ പഠിച്ചേക്കണേ. 2 സ്റ്റേറ്റ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. മുന്നേ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതികളുടെ അന്വേഷണത്തിന്മേൽ ഒരു സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടായിരിക്കും. കൂടാതെ എന്താണ്, ഒരു സംഭവം നടന്ന് ഒരു വർഷത്തിന് മുന്നേ ആണെങ്കിൽ എന്താണ്, അത്തരം പരാതികളിലൊന്നും കമ്മീഷന് ഇടപെടാനുള്ള അധികാരം ഇല്ല എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെന്താണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന അധ്യായം 2. പക്ഷേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് 3 ഓർത്തിരിക്കുക കേട്ടോ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ്? 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ MM പരീത് പിള്ളയായിരുന്നു. നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 21 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ളത് കേട്ടോ. സെക്ഷൻ 21. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണ്? 5 കേട്ടോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണെങ്കിൽ 5-ാം അധ്യായത്തിലാണ് പ്രതിപാദിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണെങ്കിൽ അധ്യായം 2 പ്രതിപാദിക്കുന്നത് കേട്ടോ. ഓർത്തിരിക്കണേ. ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കേട്ടോ. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 2019 ഭേദഗതി പ്രകാരമാണ് കേട്ടോ ഇവരുടെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് കേട്ടോ. ദേശീയമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഏതാണോ ആദ്യം അതാണ് കേട്ടോ. 3 വർഷമായെങ്കിൽ അതായിരിക്കും, അല്ലെങ്കിൽ 70 വയസ്സായിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നോട്ടൊക്കെ എഴുതിയെടുക്കുക, എന്നിട്ട് റിവൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രേ കൊണ്ടുവന്നിട്ടുള്ളൂ. ക്ലാസ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. കാരണം ഇനി ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇടും, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുവേ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ലൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു.